ഇപ്പോഴത്തെ പേരൻസിൻ്റെ മെയിൻ ഇഷ്യൂ ആണ് അവരുടെ കുട്ടികളുടെ വായിൽ ഡെൻ്റൽ കേരീസ്. ഇത് നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം? അതെ, പേരൻസ് മെയിനായിട്ട് പറയുന്ന പ്രശ്നമാണ് ഡോക്ടർ ചോക്ലേറ്റ്സ് കഴിച്ചുകൊണ്ടാണ് ഈ പല്ലെല്ലാം കേടായത് എന്ന് വെച്ചാൽ നമുക്ക് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പം നമുക്ക് ഈ ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുട്ടികളുടെ വാ ഒന്ന് കഴുകുകയോ അല്ലെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ പകരം ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് കട്ട് ഫ്രൂട്ട്സോ ചീസോ നട്ട്സോ ഒക്കെ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. എപ്പോഴാണ് കുട്ടികൾ ബ്രഷ് ചെയ്യേണ്ടത്? ബ്രഷ് ചെയ്യേണ്ടത് മോർണിംഗ് ആൻഡ് നൈറ്റ് ടൈം ഈസ് മാൻഡേറ്ററി. നൈറ്റ് ടൈം ബ്രഷിങ് എപ്പോഴും കുട്ടികൾക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ കുട്ടികളെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യിക്കാം? കുട്ടികളെ ബ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മളും അവരുടെ കൂടെ ഒന്ന് ബ്രഷ് ചെയ്യുക. അതും കൂടാതെ ഒരു സോങ് ഒക്കെ കേട്ട് അല്ലെങ്കിൽ ഒരു ക്യൂട്ട് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് ഒരു ഫ്ലേവേർഡ് ടൂത്ത് പേസ്റ്റ് എല്ലാം യൂസ് ചെയ്ത് നമുക്കൊരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് മാറ്റാം. എപ്പോഴാണ് നമ്മൾ ഇവരെ സൂപ്പർവിഷൻ നിർത്തേണ്ടത്? അതായത് കൊച്ചു കുട്ടികളാണല്ലോ, അപ്പോൾ നമ്മൾ സൂപ്പർവൈസ് ചെയ്തിട്ടാണ് ബ്രഷ് ചെയ്യിപ്പിക്കുന്നത്. എത്ര സമയം വരെ നമ്മളിതിങ്ങനെ ചെയ്യണം? ഒരു 7 to 8 years വരെ നമ്മുടെ സൂപ്പർവിഷനിൽ വേണം അവർ ബ്രഷ് ചെയ്യാൻ വേണ്ടി. കാരണം അവർക്ക് ആ കറക്റ്റ് ആംഗ്ലേഷനും ഒന്നും അറിയുകയില്ല. സോ 7 to 8 years ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് എപ്പോഴാണ് നമ്മൾ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് ടൂത്ത് എറപ്റ്റ് ആവുന്നത് തൊട്ടാണ് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് റൂട്ടീനായിട്ട് ഒരു 6 months കൂടുമ്പോൾ ഒരു ഡെൻ്റൽ ചെക്കപ്പ് എന്തായാലും ചെയ്യണം. So let's build a beautiful younger generation with a confidence mind. ഇതുപോലത്തെ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ പറ്റും.